എവിടെ തെറ്റാണ്? അയ്യോ നീ പറഞ്ഞ മറ്റേ മാടമ്പിള്ളിലെ മാനസിക രോഗിയെ വേറെ ആരുമല്ല, ഈ ഉണക്കവന്തിയാണ്. നീ എന്തിനാ എടുത്തോ? അയ്യോ സുന്ദരിയായിരുന്നു, പട്ടായി പോയി. ഇതാടുന്നു ഇതെന്ത് പോലെ? അയ്യോ ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ. നിനക്കൊരു കാര്യം അറിയാമോ? നിനക്ക് ആക്സിഡന്റ് പറ്റിയെന്ന് ഞാൻ അറിഞ്ഞപ്പോൾ ഓടിച്ചെന്ന് വണ്ടിയും വെച്ച് ഒരു കിലോ ആപ്പിളും മേടിച്ചോണ്ട് ഏട്ടൻ നിന്നെ കാണാൻ വേണ്ടി ഓടി വന്നു. കേറി ഭയങ്കര കേറി. എടാ ചുമ്മാ മോള് പറ, നമുക്ക് ഹോസ്പിറ്റലിൽ പോണോ? കൈന്ന് നീ ആദ്യം വിട്ടെ. എന്റെ കാലം ഒരു കുഴപ്പമില്ല, വേട്ടൻ ചെന്നേ. ഡേയ് പോവാ. ഞാന് രണ്ടുപേരോടും കൂടി പറഞ്ഞത്. അങ്ങനെ പറയല്ലേ, പേട്ടത്തിനൊക്കെ ആപ്പിളോട്ടോടോ ഇരിക്കണ. എനിക്കൊന്നും വേണ്ട നിന്റെ ആപ്പിള്. മുന്തിരി, പേട്ടന്റെ മുന്തിരി സൂപ്പർ മുന്തിരി. എടി ചാരു, ഇവന്മാർ അങ്ങനെ അറിഞ്ഞത് എനിക്ക് വയ്യാത്ത കാര്യം നീയാണോ വിളിച്ച് പറഞ്ഞത്? ഞാനിങ്ങനെ വിളിച്ചത്. ഞാൻ എന്തിനാണ് ഇവരെയൊക്കെ വിളിച്ച് പറയണേ? നിന്ന് അഭിനയിക്കല്ലേ ചാരു, നിന്ന് അഭിനയിക്കല്ലേ. നീ ആയിരിക്കും ഇവനെ വിളിച്ച് പറഞ്ഞത്. എടാ നീ എന്തിനും കൂടെ വന്നത്? ഞാൻ വിളിച്ചാ? ശ്യാമേ നീ പോവാൻ നോക്ക്, പോയിട്ട് പിന്നെ വാ. പിന്നെന്തിനാ വരുന്നത്? ഇങ്ങോട്ട് വരണ്ട, പോ പോ, ഇറങ്ങിപ്പോ. എടി അവന്തി അങ്ങനെ കണിച്ചോറില്ലാണ്ട് കാണിക്കലടി. നിന്നോടുള്ള സ്നേഹക്കൂടുതൽ കാരണം അവൻ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചോളൂ. എന്നാ പിന്നെ തോളിലോട്ട് കയറിയിരിക്കും. ദേ ഞാൻ എന്താ വല്ല ചിമ്പാൻസിയാണോ? കാണാൻ വരുമ്പോ ഫ്രൂട്ട്സും കൂടെ ഒക്കെ വരാനെ കൊണ്ട് കിടിക്കലേ, കൂടുതൽ കിടിക്കലേ. ഞാൻ ചിരിച്ചില്ല. നിന്റെ അവന്റെ അടുത്ത് വിടാതിരിക്കാൻ പറ. അവന്റെ അടുത്ത് വിട്ടായിരിക്കാൻ പറ. രണ്ടുപേരോട് പോവാനാ പറഞ്ഞത്. നീ അല്ലേ പറഞ്ഞ സെറ്റ് ആയെന്ന്? സെറ്റ് എന്തോ സെറ്റ്? അത് ഇപ്പൊ ടെൻഷനിൽ നിന്ന് നാടകം കളിക്കാതെ ഇറങ്ങി പോടേ. ജീനക്ക് തരാൻ വേണ്ടി ബോസ് തന്നു കേട്ടാ. എന്ത് കഴിച്ചില്ലേ ബാബു? ആത്താ ഞാൻ കഴിച്ചോളാം. കഴിവത് ഞാനല്ലേ, നീ കഴിച്ചു. അതാണ് പോട്ടെ. അവൻ്റെ പെരുമാനിയെന്ന് നോക്കിയാണ്. ചാരു, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നിന്റെ ഈ ഫ്രണ്ടില്ലേ വാഞ്ഞത്, അവൾ കുറെ നാളായിട്ട് എന്റെ ഫ്രണ്ടിനെ ഇൻസൾട്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. ഈ ഇൻസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ വിധം മാറുമെന്ന് പറയണം കേട്ടോ അവളുടെ അടുത്ത്. ചാരു മര്യാദയ്ക്ക് ഇവനെ പറഞ്ഞു കേട്ടോ. അവൻ പോയില്ലേ, പിന്നെ നീ ഇവിടെ നിൽക്കുന്നത്? ഫോണ് ഓടാ. എടി ഇങ്ങനെ എന്തിനാടി മനുഷ്യന്മാരെ ഇൻസൾട്ട് ചെയ്യണേ? നമുക്ക് ഫ്രൂട്ട്സ് ആയിട്ട് വന്നതല്ലേ. മനുഷ്യന്മാരെ ഇൻസൾട്ട് ചെയ്തെന്നോ? ആര് ഇൻസൾട്ട് ചെയ്തെന്ന്? ഞാൻ കാര്യല്ലേ പറഞ്ഞത്. മനുഷ്യന്റെ ഫോട്ടോ എടുക്കാനുള്ള മൂടും പോയി, എനിക്ക് വിശക്കുകയും ചെയ്യുന്നു. കഴിക്കാതെ കളയാനാണ് പെണ്ണുപിള്ളേ. കഴിക്കരുത് പറഞ്ഞില്ലേ? അമ്മയുടെ സ്വഭാവത്തിൽ മാറി നിൽക്ക അങ്ങോട്ട് ഒന്ന് പോയി. കഴിക്കരുത്. നീ എന്തോ ഞങ്ങൾക്ക് ഇവിടെ ഒന്നും വെക്കുന്ന സാധനങ്ങള് നിനക്ക് എടുത്ത് വെട്ടി വിഴുങ്ങാന്നുണ്ടെങ്കിൽ നിനക്കുള്ള സാധനങ്ങൾ ഞങ്ങൾക്കും കഴിക്കാം. അത് കഴിക്കില്ലേ? ഓ എടി അത് കഴിക്കരുത് പറഞ്ഞില്ലേ? ഇവൾക്ക് കിട്ടിയ സാധനം നമ്മൾ കഴിക്കാൻ പാടില്ലെന്ന്. നമ്മ ഇവിടെ വാങ്ങിച്ചു വെക്കണ ചായപ്പൊടിയും പഞ്ചസാരയും ദോശപ്പൊടി മുട്ട ഓംപ്ലേറ്റ് പുട്ടും പഴം അങ്ങനെ അയ്യോ മെയിൻ സാധനം അവന്തിയുടെ ബൂസ്റ്റ് ഇതൊക്കെ ഇവിടെ വെട്ടി വീട്ടിട്ട് നമുക്കൊന്നും കഴിക്കാൻ പാടില്ലെന്ന്. നിന്റെ ബൂസ്റ്റ് അതെ അതെ അങ്ങളെ കഴിക്കല്ലേ? എന്തോന്ന് പരിപാടി പോലെ. നമ്മളോട് എല്ലാരും ഒരു കുടുംബം പോലെ നിൽക്കല്ലേ. അങ്ങനെ ഇരിക്കുമ്പോ അവര് രണ്ട് ആപ്പിൾ എടുത്ത് കഴിച്ചെന്ന് പറഞ്ഞു. എന്തിനാണ് മോള് ഇങ്ങനെ ബഹളം വെക്കുന്നത്? അങ്ങളെ ശരിയാണോ? എന്റെ പൊന്നങ്കിളെ, ഞാൻ അങ്ങനെ അവരോട് പറഞ്ഞൊരു കാരണമുണ്ട്. എന്ത് കാരണം? അത് പാപ്പു സോനും ചില്ലറക്കാരെല്ലാം ഞാൻ പറഞ്ഞില്ലായിരുന്നു. അവരുടെ രഹസ്യങ്ങൾ ചോർത്താൻ വേണ്ടിട്ട് ഞാനും പാവി കൂടെ ഒരു മിഷൻ പ്ലാൻ ചെയ്തിരുന്നു. അവർ അൺകോൺഷ്യസ് ആക്കിയിട്ട്
ക്വസ്റ്റ്യൻ ചെയ്യാനായിരുന്നു നിങ്ങളുടെ പ്ലാൻ. അതിന് വേണ്ടി മെഡിസിൻ ഇഞ്ചെക്ട് ചെയ്ത ആപ്പിളാണ് എൻ്റെ പൊന്നങ്കിള് നിങ്ങൾ എല്ലാവരും കൂടി എടുത്ത് കഴിക്കുന്നത്.